ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഈ പൂജ വിപിനും പല്ലവിയും ചെയ്യുന്നത് നല്ലതെന്ന്. ഇപ്പോ ഗുരുജിയും അത് തന്നെയല്ലേ പറയുന്നേ? മോളെ പാർവതി, എന്റെ കാര്യത്തില് നിങ്ങൾക്ക് ആർക്കും ഒരു ടെൻഷനും വേണ്ട. സർ, പ്രഭാവതി അമ്മയ്ക്ക് ദോഷം വരുന്ന ഒരു കാര്യത്തിനും ഞാൻ കൂട്ടു നിൽക്കില്ല. അതുമാത്രമല്ല, ഗുരുജിയുടെ വാക്ക് നിഷേധിക്കാൻ എനിക്കും പറ്റില്ല. ഇതിപ്പോ ആകെ കൺഫ്യൂഷൻ ആയല്ലോ. എങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഗുരുജിയെ തന്നെ നേരിട്ട് വിളിച്ചു വരുത്താം. ഇപ്പൊ വിളിച്ച ഗുരുജി ഉടനെ ഇവിടെ എത്തും. എന്നിട്ട് ഗുരുജി തന്നെ നേരിട്ട് അമ്മയെ പറഞ്ഞു ബോധ്യപ്പെടുത്തട്ടെ. അന്നേരം അമ്മയ്ക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും ഗുരുജിയോട് നേരിട്ട് തന്നെ ചോദിക്കാലോ. ഗുരുജി ഇവിടെ വന്നാ എല്ലാം പൊളിയും. ഞാൻ വിശാലിനോട് ബ്രഹ്മചര്യവ്രതം അനുഷ്ഠിക്കണമെന്ന് പറഞ്ഞത് കള്ളമായിരുന്നുവെന്ന് ഇവിടെ തെളിയും. അതുകൊണ്ട് ഗുരുജിയെ വരുത്താൻ നിൽക്കണ്ട. തൽക്കാലം ഇത് സമ്മതിച്ചു കൊടുക്കാം. അതാണ് ബുദ്ധി. എന്നാ പിന്നെ ഗുരുജിയെ വിളിച്ചു വരുത്തട്ടെ അമ്മേ. ആ മോനെ, എടാ അത് വേണ്ട. എന്തിനാ വെറുതെ അദ്ദേഹത്തെ വിളിച്ചു വരുത്തി നമ്മൾ ബുദ്ധിമുട്ടിക്കുന്നേ? നിങ്ങൾ പറഞ്ഞതുപോലെയൊക്കെ തന്നെ നടക്കട്ടെ കാര്യങ്ങള്. വിപിനും പല്ലവിയും ചേർന്ന് ഈ പൂജ നടത്തട്ടെ. ആ ഗാർഗി, നീ പോയി വിപിനെയും പല്ലവിയും വിളിച്ചോണ്ട് വാ. ആ പ്രഭാവതി അമ്മേ, നിങ്ങൾ 8 അടി പാഞ്ഞ ഞാൻ 16 അടി പായും. പല്ലവി, പല്ലവി വന്നേ. അവിടെ ചേട്ടനും ചേച്ചിയും അമ്മയുടെ കൂടെ നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയുള്ള പൂജ നടത്താൻ റെഡിയായിരിക്കുക. നീ അങ്ങോട്ട് വന്നേ. ഇല്ല, ഞാൻ വരുന്നില്ല. നീ എന്താ അങ്ങനെ പറയുന്നത്? വരുന്നില്ല, അത്ര തന്നെ. കൂടുതൽ വിശദീകരിക്കാനൊന്നും എനിക്ക് താല്പര്യമില്ല. പല്ലവി, വലിയ ഭാഗ്യത്തെയാ നീ തട്ടിക്കളയാൻ പോകുന്നത്. എന്ത് ഭാഗ്യം? ഇടോ, ഈ പൂജ ചെയ്താലേ നമുക്ക് 2 കോടി രൂപയും ചന്തമുള്ള ഒരു കുഞ്ഞാവേ ഉണ്ടാവൂ. ഏ? അതേടോ, അതിനൊക്കെ വേണ്ടിയാ താഴെ പൂജ നടത്തുന്നത്. താൻ ഇങ്ങനെ ഒഴിഞ്ഞു മാറി നിൽക്കാതെ എന്റെ കൂടെ വാടോ. ഈ പൂജയിൽ പങ്കെടുത്താ നമുക്ക് കുഞ്ഞും കോടിയൊക്കെ കിട്ടുമല്ലേ? അതല്ലേ ഞാൻ പറഞ്ഞത്. താനൊന്ന് വന്നേ. എങ്കിൽ ഞാൻ റെഡി ആയിട്ട് വരാം. ശരി, ഞാനും റെഡി ആവട്ടെ. ആ